ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം തിരുവചനമായിട്ട് മാറട്ടെ, ഹൃദയത്തിലേക്ക് വേരൂന്നി ഇറങ്ങട്ടെ. നമുക്കും പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൽ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം എന്നിൽ നിറയട്ടെ എന്ന്. കുശവൻ്റെ വീട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ജെറമ്യാ പ്രവചനം 18-ാം അധ്യായം. കർത്താവ് ജെറമ്യായോട് അരുളി ചെയ്തു, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു. ഇതാണ് സന്ദർഭം. ജെറമ്യാ പ്രവചനം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. 18-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് ജെറമ്യാ പ്രവാചകനോട് പറയുന്നു, പ്രവാചക, ദൈവപുരുഷ, നീ എഴുന്നേറ്റ് അടുത്ത് കാണുന്ന കുശവൻ്റെ ആലയിലേക്ക് പോവുക. ജെറമ്യാ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ജെറമ്യാ എന്തൊക്കെ കാണുന്നു എന്നുള്ളതാണ് നാം കേൾക്കാൻ പോകുന്നത്. 4-ാം വാക്യം, കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. 3-ാം വാക്യം, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ ചക്രത്തിന്മേൽ പണി ചെയ്യുകയായിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം ചിലപ്പോൾ ശരിയാകാതെ പോകും. അപ്പോൾ അവൻ അതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടമുള്ള രൂപത്തിൽ മെനയും. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇസ്രായേൽ ഭവനമേ, ഈ കുശവൻ ചെയ്യുന്നത് പോലെ എനിക്ക് നിങ്ങളോടും ചെയ്യരുതോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ഇസ്രായേൽ ഭവനമേ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് എൻ്റെ കയ്യിലെ നിങ്ങൾ. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കണ്ടെത്തുക കൃത്യമായിട്ടും ഇതാണ്. വലിയൊരു ജനത, ആ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുന്നു. എന്നാൽ യോനായുടെ വാക്ക് കേട്ട് അവർ മനസ്തപിച്ചപ്പോൾ കർത്താവ് തൻ്റെ തീരുമാനം മാറ്റുന്നു. ഇവിടെ ഈ വചനഭാഗത്തിലൂടെ നാം കേൾക്കുക വലിയൊരു സത്യത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യം. കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, ഫ്രീഡം, ഫ്രീ വിൽ. എല്ലാം പ്രവർത്തിക്കാൻ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കർത്താവ് തൻ്റെ മക്കൾക്ക് അനുവാദം കൊടുക്കുന്നുണ്ട്. അതാണ് നിയമാവർത്തന പുസ്തകത്തിലൂടെ നാം വായിച്ചു കേൾക്കുന്നത്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം, ഇതാ ഇന്നു ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. ഇന്നു ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്നു ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഇതാണ് വചനഭാഗം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുൻപിൽ കർത്താവ് വച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം നിൻ്റേതാണ്. ഏത് തിരഞ്ഞെടുക്കണമെന്ന് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ കാനാൻ ദേശത്തേക്ക് മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുപോവുകയാണ്. ഇസ്രായേലിൽ നിന്നും യാത്ര ആരംഭിച്ച് 2 പേർ മാത്രമേ കാനാൻ ദേശത്ത് പ്രവേശിച്ചിട്ടുള്ളൂ എന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനാകും. ജോഷ്വായും കാലബും. മോശയ്ക്ക് എന്തു പറ്റി? എൻ്റെ ഹൃദയത്തോട് ഇണങ്ങിയവൻ എന്ന മോശയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു വെച്ചത്. കർത്താവിനെ മുഖാഭിമുഖം കണ്ട് സംസാരിച്ചിരുന്നു മോശ. പുറപ്പാട് പുസ്തകത്തിൽ നമുക്കിത് കാണാം. എന്നാൽ പിന്നീട് മോശയ്ക്ക് എന്തു പറ്റി? പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു ദൈവം, വെള്ളം പുറപ്പെടുവിക്കുക. മോശ കൽപ്പിച്ചു, പാറയെ വെള്ളം പുറപ്പെടുവിക്കുക. എന്നാൽ ചെങ്കടൽ വിഭജിക്കുമ്പോൾ മോശ ചെയ്തത് എന്തായിരുന്നു? വലിയ ആർത്തിരമ്പുന്ന ചെങ്കടൽ, അതിനോട് മോശ കൽപ്പിച്ചു വിഭജിക്കുക. അതിനോടൊപ്പം വടി വെച്ചുകൊണ്ടൊരു അടിയും കൂടെ കൊടുത്തു. അപ്പോൾ അതുപോലെ മോശ കരുതി പാറയോടും കൽപ്പിച്ചാൽ മാത്രം മതിയാവില്ല, ഒരടി കൂടെ കൊടുത്തു. അത് അനുസരണക്കേടായി, വിശ്വാസമില്ലായ്മയായി. അതുകൊണ്ട് മോശ നെബോ മലയിൽ വെച്ച് മരിക്കുകയാണ്. കാനാൻ ദേശം ദൂരെ നിന്ന് കാണാനേ മോശയ്ക്ക് സാധിച്ചുള്ളൂ. അനുഗ്രഹവും ശാപവും, ജീവനും
മരണവും നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു. ഇനി നിൻ്റേതാണ് ചോയ്സ്. സ്വാതന്ത്ര്യം നിൻ്റേതാണ്. നിനക്ക് തിരഞ്ഞെടുക്കാം ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന്. അതാണ് കർത്താവ് വീണ്ടും കൃത്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. കൃത്യമായ അടയാളങ്ങളിലൂടെ കൃത്യമായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് കർത്താവ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ തന്നെ നേർവഴിക്ക് നടത്തുവാനായിട്ട് പരിശ്രമിക്കും. ഒരു പക്ഷേ ചില സംഭവങ്ങൾ നമുക്ക് മുൻപിൽ നിരത്താം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളോട് സംസാരിച്ചു എന്ന് വരാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഒരു സംഭവം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി വലിയൊരു യാത്ര പോവുകയാണ്. കുതിരപ്പുറത്ത് പോകുന്ന വഴിക്ക് വഴിപോക്കനായി ഒരു കുഷ്ഠരോഗി. ഒന്നും ചെയ്തില്ല, ശ്രദ്ധിച്ചു പോലുമില്ല, പാഞ്ഞുപോയി. പക്ഷെ ഭവനത്തിലെത്തിയപ്പോൾ ഒരു ഉൾവിളി, കാതിന് പിന്നിൽ നിന്നൊരു സ്വരം, തിരികെ വരിക, തിരികെ വരിക. അങ്ങനെ ഫ്രാൻസിസ് അസീസി മടങ്ങിച്ചെന്നു. ആ കുഷ്ഠരോഗി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ കുഷ്ഠരോഗിയുടെ മുന്നിൽ ഇറങ്ങി നിന്ന് മുട്ടുകുത്തി കുഷ്ഠങ്ങൾ ചുംബിച്ച് മടങ്ങവേ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അതാ ഈശോ നിൽക്കുന്നു. പിന്നെ ഫ്രാൻസിസ് അസീസി ഒരു പുതിയ മനുഷ്യനായി. ചരിത്രം പറഞ്ഞു വയ്ക്കുന്നു, 2ാം ക്രിസ്തു എന്ന് അസീസി പുണ്യവാൻ വിളിക്കപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴും ബാലാമിൻ്റെ കഴുത സംസാരിക്കുന്നുണ്ട്. ബാലാമിനോട് പോകരുത്, സംഹാരദൂതൻ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ രക്ഷിക്കുവാനായിട്ട് ബാലാമിൻ്റെ കഴുത വരെ സംസാരിക്കുന്നുണ്ട്. ഇപ്രകാരം ചില സംഭാഷണങ്ങളിലൂടെ കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനാകും. ഒരു പക്ഷേ മാതാപിതാക്കളിലൂടെ, കൂട്ടുകാരിലൂടെ, ഗുരുക്കന്മാരിലൂടെ, ഒരു പക്ഷെ ചെറിയ കുഞ്ഞുങ്ങളിലൂടെ പോലും. അതാണ് 8-ാം സങ്കീർത്തനം, കുഞ്ഞുങ്ങളുടെ അധരം കൊണ്ട് കോട്ട കെട്ടുമെന്ന്. ചേട്ടായി പോവല്ലേ, കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയാനായിട്ട് സാധിക്കണം. സ്വാതന്ത്ര്യമെല്ലാം കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അത് ജീവിതത്തെ നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല, മറിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമാണ്. ഒരിക്കലും ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യരുത്. അതാണ് വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു വെക്കുന്നത്. അഗസ്തീനോസ് പുണ്യവാളൻ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ചു നിന്റെ ദൈവം, എന്നാൽ നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ അവിടത്തേക്ക് സാധിക്കുകയില്ല. നിന്നെ കൂടാതെ നിന്നെ രക്ഷിച്ചു നിന്റെ ദൈവം, എന്നാൽ നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കുക അവിടത്തേക്ക് സാധ്യമല്ല. നിന്റെ പ്രവൃത്തിയാണ് നിന്റെ തന്നെ ഭാവി, സ്വർഗം തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത നമുക്ക് നമ്മുടെ മുൻപിലേക്ക് എടുത്തു വയ്ക്കാം. എങ്ങോട്ടാണ് എൻ്റെ ജീവിതം? സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കുമ്പസാരിക്കണോ, കുർബാനയിൽ സംബന്ധിക്കണോ, ജപമാല ചൊല്ലണോ, പ്രാർത്ഥിക്കണോ, സഹായിക്കണോ, സ്നേഹിക്കണോ, ഇതെല്ലാം എൻ്റെ മുൻപിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ഭാഗത്ത് ഇതെല്ലാം ഉണ്ട്. 2ാം ഭാഗം, പ്രമാണങ്ങൾ ലംഘിക്കണോ, ദൂർത്തടിച്ച് നടക്കണോ, പരീക്ഷയിൽ പരാജയപ്പെടണോ, കോപ്പി അടിക്കണോ, അല്ലുമല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ വ്യാപൃതനായിരുന്നു കൊണ്ട് അകന്നു നിൽക്കണമോ, കുമ്പസാരിക്കാതെ നടക്കണമോ, 6-ാം പ്രമാണം, 1-ാം പ്രമാണം, 9-ാം പ്രമാണങ്ങൾ ലംഘിക്കണോ, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഞാനാണ്. എൻ്റെ മുൻപിൽ വചനം പറഞ്ഞു വെക്കുന്നത് പോലെ ഇവയെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. ഇറ്റ്സ് മൈ ടേൺ ടു ചൂസ്. ഇനി ഞാനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കും ഏറ്റവും നല്ല വസ്തു എന്താണെന്ന്. നല്ല ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് ഭക്ഷിക്കും. അതുപോലെ നമുക്ക് മുൻപിൽ വയ്ക്കപ്പെട്ടിരിക്കുകയാണ് വലിയൊരു മെനു. തിരഞ്ഞെടുക്കേണ്ടത് ഞാനാണ്. സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവ് അത്രയും കൃപയോടുകൂടെ നമുക്ക് മുൻപിൽ ഈ സ്വാതന്ത്ര്യം നൽകുകയാണ്. വാക്കുകളിലൂടെ സ്വരം നൽകിക്കൊണ്ട് കർത്താവ് നമ്മളെ തിരിച്ചു വിളിക്കുമെന്ന് നമ്മൾ കേട്ടു. അതുപോലെ ചില സംഭവങ്ങൾ നമുക്ക് മുൻപിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് വയ്ക്കും. ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈജിപ്തിലെ വിശുദ്ധ മറിയം, മേരി ഓഫ് ഈജിപ്ത്, ഒരു വേശ്യ സ്ത്രീയായിരുന്നു. ഈജിപ്തിൽ നിന്നും ഇസ്രായേലിലേക്ക്, പാലസ്തീനയിലേക്ക്, വിശുദ്ധ നാട്ടിലേക്ക് ഒരു കപ്പൽ, തീർത്ഥാടന സംഘം പുറപ്പെടുകയാണ്. ഈ സ്ത്രീയും ആ സംഘത്തോടു കൂടെ കയറിപ്പറ്റി. യാത്രക്കിടയിൽ തന്നെ അനേകം പേരെ ഈ സ്ത്രീ പാപത്തിലേക്ക് ചാടിച്ചു, വേശ്യാവൃത്തിയിലേക്ക് ചാടിച്ചു. അങ്ങനെ പാലസ്തീനയിലേക്ക്, വിശുദ്ധ നാട്ടിലെത്തി. വിശുദ്ധ കുരിശിൻ്റെ ദേവാലയത്തിലേക്ക് അവർ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ചരിത്രം പറഞ്ഞു വെക്കുന്നു, പോകവേ വിശുദ്ധ കുരിശിൻ്റെ ദേവാലയത്തിൻ്റെ വലിയ ഗോപുരത്തിനടുത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. വലിയൊരു കവാടമുണ്ട്. കവാടത്തിനടുത്തെത്തിയപ്പോൾ ഓരോരുത്തരായി അകത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ ഈ സ്ത്രീക്ക് മാത്രം അകത്ത് പ്രവേശിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു ശക്തി ഇവളെ തടയുകയാണ്. 1 ശ്രമിച്ചു,
2 ശ്രമിച്ചു, 3-ാം വട്ടം അവൾ പരിശ്രമിച്ചപ്പോൾ ആ ശക്തി വലിയ ഒരു ഉജ്ജ്വലനത്തോടുകൂടി അവളെ ദൂരേക്ക് തെറിപ്പിച്ച് കളഞ്ഞു. പിന്നീട് അവൾ മാറിയിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തത്? പതിയെ പതിയെ അവൾ മനസ്സിലാക്കി താൻ എവിടെയാണ് നിൽക്കുന്നത്, താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുകൂടെ കടന്നു പോവുകയായിരുന്ന ഒരു വൈദികനോട് അവൾ പറഞ്ഞു, അങ്ങൊന്നേ ഒന്ന് പ്രാർത്ഥിക്കണം. മുട്ടുകുത്തി കുമ്പസാരിച്ചു. അല്പസമയം കഴിഞ്ഞ് അവൾ വീണ്ടും ദേവാലയത്തിലേക്ക് ആ കവാടം കടന്നു പോകുവാനായിട്ട് പരിശ്രമിച്ചു. ഇപ്രാവശ്യം അവൾ വിശുദ്ധ കുരിശിൻ്റെ ദേവാലയത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്തു. പിന്നീട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു, അവൾ മടങ്ങിപ്പോയില്ല. അവൾ പുതിയൊരു വഴിക്ക് പോയി, ഒരു ഗുഹാമുഖത്തേക്ക്, ഒരു വലിയ മരുഭൂമിയിലേക്ക് കടന്നു ചെന്ന് അവൾ അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു, ഒരു സന്യാസിനിയുടെ ജീവിതം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുകയും ചെയ്യും. ഇപ്രകാരം കൃത്യമായ അടയാളങ്ങൾ കർത്താവ് നമുക്ക് തരും. വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈശോ ഓരോ സമയത്തും. ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ടുള്ള മുട്ടലല്ല ഇത്. ഹൃദയമാകുന്ന കോവിലിനുള്ളിൽ കർത്താവ് എപ്പോഴും വന്നു വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും കർത്താവുണ്ട്. എന്നാൽ ചെയ്തികളിലൂടെ തമ്പുരാന് പ്രവർത്തിക്കുവാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും പിശാചിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഹൃദയം കർത്താവിൻ്റെതാണ്. മറിച്ച് അച്ഛന് ഈശോ തന്നൊരു ബോധ്യമാണ്, പിശാച് വന്നിരിക്കുക കൃത്യമായിട്ട് ഈ തോളിലാണ്. തോളിലിരുന്ന് ചെവി കടിച്ചുകൊണ്ട് അവൻ ഓരോന്നും പറഞ്ഞു തരും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യരുത്, ഈ വഴിക്ക് പൊക്കോ. ഹൃദയത്തിൽ നിന്നും കർത്താവ് പറയുന്നത് കേൾക്കാതെ ചെവിയിലൂടെയുള്ള സ്വരം നമ്മൾ അന്ന് മുതൽ കേട്ടു തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത്, സ്വാതന്ത്ര്യം അത് എപ്പോഴും പരിധിക്കകത്ത് നിൽക്കണം. കർത്താവ് തന്ന സ്വാതന്ത്ര്യം എപ്പോഴും കൃപയിൽ തന്നെ ആയിരിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നാം പോയെന്ന് വരാം. ഈ അടുത്ത കാലത്ത് അവിടെ ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിനിടയ്ക്ക് ഒരു 6-ാം ക്ലാസ്സുകാരി കടന്നു വന്നു. അപ്പോൾ ഈ 6-ാം ക്ലാസ്സുകാരി കടന്നു വന്നപ്പോൾ ഇവളുടെ ആഗ്രഹം ഈശോയെ കാണുക എന്നുള്ളതാണ്. എല്ലാവരും ഈശോയെ കണ്ടു, എനിക്കും ഈശോയെ കാണണം, ഈ ആഗ്രഹമായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നേ. അപ്പോൾ അച്ഛൻ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചോ മക്കൾ, നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഈശോയെ കാണാൻ പറ്റും. അപ്പോൾ ധ്യാനം തുടങ്ങി. 3 ദിവസത്തെ ധ്യാനമാണ്. ഓരോ ഇടവേളകളിലും ഈ കൊച്ച് ഓടി വരാൻ തുടങ്ങി. അച്ഛാ ഈശോയെ കണ്ടില്ല അച്ഛാ, എനിക്ക് മാത്രം തന്നെ അച്ഛാ ഈശോയെ കാണാൻ പറ്റാത്ത. ഈ കൊച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ പ്രാവശ്യം വരുമ്പോഴും അച്ഛനും പ്രാർത്ഥിക്കും, കൊച്ചിനെ ഈശോയെ കാണണേ, ഈശോയെ ഒന്ന് കാട്ടിക്കൊടുക്കണേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധനയായി. അപ്പോൾ സൈഡിൽ കൂടെ അച്ഛൻ കടന്നു പോകുമ്പോൾ ഈ കൊച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്, കാണാൻ പറ്റിയില്ല. കൊച്ചിൻ്റെ സങ്കടമാണ്. അപ്പോൾ ധ്യാനം കഴിഞ്ഞു, കൊച്ച് പുറത്ത് വന്നപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് ഈശോയെ കാണാൻ പറ്റിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ സ്തുതിച്ചൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം വേറെ എന്തൊക്കെയോ എൻ്റെ നാവിലൂടെ വന്നുകൊണ്ടിരിക്കുക. 6-ാം ക്ലാസ്സുകാരിക്ക് കർത്താവ് ഭാഷാവരം കൊടുത്തു. കണ്ടോ, സ്വാതന്ത്ര്യം കർത്താവിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. 6-ാം ക്ലാസ്സുകാരി, വയസ്സ് എത്രയാണെന്ന് ചിന്തിക്കണം. ഭാഷാവരം, വലിയ ധ്യാന ഗുരുക്കന്മാരിലേക്ക് കർത്താവ് ചൊരിയുന്ന ആ വരങ്ങളുടെ കവാടം ആ കുഞ്ഞു ക്ലാസ്സുകാരിക്ക് വേണ്ടി കർത്താവ് തുറന്നു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും എന്തിനു വേണ്ടിയാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്? എൻ്റെ ഹൃദയത്തിൽ കർത്താവിന് സ്ഥാനം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അതോ എൻ്റെ തോളിൽ ഇരിക്കുന്ന പിശാചിൻ്റെ സ്വരം കേട്ടാണോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കണം. ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടുണ്ടാകാം ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കഥ. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആദ്യം അത് അസംസ്കൃത വസ്തുവായിട്ടാണ് പുറത്തു വരുന്നത്. പിന്നീട് അത് ശുദ്ധീകരിക്കുന്നതനുസരിച്ച് ഓരോ ഗ്രേഡിലേക്ക് മാറുകയാണ്. ആദ്യം ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അത് മണ്ണെണ്ണയായിട്ട് വരാം. അപ്പോൾ അത്രയും പ്രാധാന്യമേ അതിനുള്ളൂ. അതിനുശേഷം കുറച്ചുകൂടി ശുദ്ധീകരിക്കുമ്പോൾ ഡീസലും പെട്രോളും ഒക്കെ മാറാം. മൂല്യമേറി കുറച്ചുകൂടി കഴിയുമ്പോൾ ഗ്യാസായി, അതിന് വീണ്ടും മൂല്യമേറി. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. ഓരോ സമയത്തും
ശുദ്ധീകരണം ആവശ്യമാണ്. അതിനാണ് കർത്താവ് നമുക്ക് കൂദാശകൾ നൽകിയിരിക്കുന്നത്. 7 കൂദാശകൾ: മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം. ഇതിൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ, എല്ലാ കൂദാശകളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മാമോദീസായും സ്ഥൈര്യലേപനം എല്ലാ കൂദാശകളും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം സ്വീകരിച്ചതിന് ശേഷവും കൃപയിൽ നിലനിൽക്കണമെങ്കിൽ 2 കൂദാശകൾ അടിക്കടി സ്വീകരിച്ചിരിക്കണം. 1 വിശുദ്ധ കുർബാന, 2 വിശുദ്ധ കുംഭസാരം. അതിൽ തന്നെയും വിശുദ്ധ കുർബാന ഭക്തിയോടുകൂടെ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ വിശുദ്ധ കുംഭസാരം വേണം. കുംഭസാരത്തിന് പ്രാധാന്യമാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ, കൃത്യമായ ഇടപെടലുകൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ തരാൻ പറ്റണമെങ്കിൽ എൻ്റെ ജീവിതം പരിശുദ്ധമായിരിക്കണം. അതിനുവേണ്ടിയാണ് വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ തിരുസഭാ മാതാവ് നമുക്ക് 2 കൈയും നീട്ടി നൽകുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം നാം വായിച്ചു കേൾക്കുന്നതും അടുത്തറിയുന്നതും തിരിച്ചു വരവുകളുടെ കഥയാണ്. തിരിച്ചു വരുന്ന മനുഷ്യർ, തിരിച്ചു വരുന്ന സമൂഹം. കായനെ ഓർക്കുന്നില്ലേ? തെറ്റുപറ്റി ആബേലിനെ വധിച്ചു, എന്നാൽ തെറ്റ് ചെയ്തു പോയി. കർത്താവിൻ്റെ മുൻപിൽ കരയുകയാണ്. അത് അനുഗ്രഹമാക്കി. ആരും നിന്നെ ദ്വേഷിക്കാതിരിക്കട്ടെ, അവർ ശപിക്കപ്പെടും എന്ന് പോലും കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ ദാവീദ് രാജാവ് തെറ്റ് ചെയ്യുന്നുണ്ട്, വലിയ പാപമാണ് ചെയ്യുന്നത്, കൊലപാതകം, വ്യഭിചാരം, ഇതെല്ലാം ചെയ്തു. എന്നാൽ കർത്താവിൻ്റെ മുൻപിൽ മാപ്പിരുന്നപ്പോൾ, പ്രായശ്ചിത്തം അനുഷ്ഠിച്ചപ്പോൾ അവനെ വീണ്ടും കർത്താവ് എടുത്തുയർത്തുകയാണ്. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ, ഹിസ്സോപ്പ് കൊണ്ട് എന്നെ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ട്. ദാവീദിനെ വീണ്ടും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. കൃത്യമായ അടയാളം തരുന്നുണ്ട്. പുതിയ നിയമത്തിൽ ദാവീദിൻ്റെ പുത്രൻ എന്ന് തന്നെ കർത്താവ് വിളിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വിളികളുടെ ലോകമാണ്. അതുപോലെ വീണ്ടും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പുതിയ നിയമത്തിൽ മഗ്ദലന മറിയം 7 പിശാചുക്കളെ അവളിൽ നിന്നും പുറത്താക്കി എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരി സ്ത്രീ നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത്, ഓർക്കുന്നില്ലേ? 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. തിരികെ വിളിച്ചു. അവൾ ആദ്യത്തെ സുവിശേഷ പ്രഘോഷക എന്ന് പോലും വിളിക്കപ്പെടുക ഇന്ന്. ഇതാണ് തിരിച്ചു വരവ്. കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ സ്വരം കേട്ട് കഴിഞ്ഞാൽ വാതിൽ തുറന്നു കൊടുക്കണം. മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഒരുമിച്ച് അകത്ത് വന്ന് ഭക്ഷണം കഴിക്കും. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, വെളിപാട് പുസ്തകം 3:20, വാതിൽക്കൽ മുട്ടുന്നു. ഒരു മനോഹരമായ ചിത്രം കണ്ടതോർക്കുന്നു. ഇത് ഇപ്രകാരമാണ്: കർത്താവ് വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് ആരൊക്കെയോ ഉണ്ട്, പക്ഷേ പുറത്ത് ലോക്കില്ല, പുറത്ത് പിടിയില്ല. കർത്താവിന് പുറത്ത് നിന്ന് തുറക്കത്തില്ല, അകം കുറ്റിയിട്ടിരിക്കുകയാണ്. അകത്ത് നിന്ന് വേണം തുറക്കാൻ. ഇത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതമാണ്. സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പരിധി വിട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ പ്രവൃത്തികളിലേക്ക് കടന്നു വരില്ല. കൃത്യമായ, നേരത്തെ പറഞ്ഞതുപോലെ സ്വരങ്ങളിലൂടെ, ചില ഇൻസിഡൻസിലൂടെ, ചില സംഭവങ്ങളിലൂടെ കർത്താവ് കാട്ടിത്തരാൻ നോക്കും. ശരിയല്ല, ഒന്ന് തിരുത്തിയേക്ക്. ചിലപ്പോൾ അത് രോഗമായിരിക്കാം, ഒന്ന് മതിയെന്നേ, ശരിയല്ല കേട്ടോ. ചിലപ്പോൾ ഒരു വീഴ്ച, ഒരു സാമ്പത്തിക ബാധ്യത, ഇങ്ങനെയൊക്കെ കർത്താവ് ഒരുപക്ഷെ നമ്മളോട് സംസാരിച്ചു എന്ന് വരാം. തിരിച്ചറിഞ്ഞ് മനസ്സറിഞ്ഞ് തിരികെ വരാൻ തയ്യാറായാൽ സമരിയാക്കാരി സ്ത്രീയെ പോലെ, മഗ്ദലന മറിയത്തെ പോലെ, പത്രോസിനെ പോലെ. പത്രോസിനെ സംഭവിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. പത്രോസ് മനംനൊന്ത് കരഞ്ഞു എന്ന വചനം പറഞ്ഞു വെക്കുക. പത്രോസും യൂദാസും ഉണ്ട്. 2 പേരും ഈശോയുടെ ശിഷ്യന്മാരായിരുന്നു. പത്രോസ്, വചനം പറഞ്ഞു വെക്കുന്ന പത്രോസ് തള്ളി പറഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്തു. തെറ്റുകളുണ്ട്, 2 പേരും ചെയ്തത് തെറ്റ് തന്നെയാണ്, സമാനമാണ്. തള്ളിപ്പറഞ്ഞു ഒരാൾ, അതുപോലെ മറ്റൊരാൾ ഒറ്റിക്കൊടുത്തു. യൂദാസിന് പറ്റിയ തെറ്റെന്താ? ഒറ്റിക്കൊടുത്തതിന് ശേഷം അവൻ തിരികെ വന്നില്ല, മനംനൊന്ത് തൂങ്ങിച്ചെത്തു. എന്നാൽ പത്രോസ് ലീഹ തള്ളിപ്പറഞ്ഞു എന്ന ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ മനംനൊന്ത് കരഞ്ഞ് കർത്താവിനോട് മാപ്പിരുന്നു. തിരികെ വരാൻ പറ്റി. പിന്നെ അവൻ തിരിച്ചു പോയില്ല. ഈ വിശുദ്ധരുടെ ജീവിതവും നമുക്ക് കാട്ടിത്തരുന്ന ഇത് തന്നെയാണ്. കൃത്യമായിട്ടും വിശുദ്ധ ഈജിപ്തിലെ മേരിയെക്കുറിച്ച്, ഈജിപ്തിലെ വിശുദ്ധ മറിയത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അഗസ്തീനോസ് പുണ്യാളന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? തെറ്റുകളുടെ വലിയ കൂമ്പാരമായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതം. എന്നാൽ ഒരു ദൈവാനുഭവം ഉണ്ടായപ്പോൾ അവൻ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. വിശുദ്ധ അമ്മ ത്രേസ്യ പുണ്യത്തിൻ്റെ ജീവിതം, മാരകഭാവം ഒന്നും ചെയ്തിട്ടില്ല,
ശരി തന്നെ. എന്നാൽ ദൈവാനുഭവം ഉണ്ടാകാൻ, ദൈവസ്വരം ഉണ്ടാകാൻ 20 വർഷത്തോളം എടുത്തു എന്നാണ് ചരിത്രം. അമ്മ ത്രേസ്യ പുണ്യവതി തന്നെ പറഞ്ഞു വെക്കുന്നത്. ഒരു സെറാഫീൻ മാലാഖ പറന്നു വന്നെൻ്റെ ഹൃദയത്തിലേക്ക് ഒരു അമ്പയച്ചു. പിന്നെ അമ്മ ത്രേസ്യ പുണ്യവതി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഹൃദയഭേദക തിരുനാൾ പോലും ആചരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ നമുക്കാകണം. സ്വാതന്ത്ര്യം കർത്താവ് തന്നിരിക്കുന്നത് സന്തോഷത്തോടെ, ആനന്ദത്തോടെ, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാനാണ്, തിന്മ ചെയ്യാനല്ല. നേരത്തെ പറഞ്ഞതുപോലെ തോളത്ത് പിശാച് വന്നിരിക്കരുത്. ചെവി കടിച്ചു പറിക്കാൻ തക്ക വിധം, ചെവിയിൽ ഉപദേശങ്ങൾ നൽകാൻ തക്ക വിധം അവൻ എൻ്റെ തോളിൽ ഇടം കൊടുക്കരുത്. ഹൃദയത്തിൽ കർത്താവ് ഉണ്ടാവട്ടെ. ഹൃദയത്തിൽ നിന്നും കർത്താവ് സംസാരിക്കട്ടെ. ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന ആനന്ദമാകണം എൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുൻപിലേക്ക് ഈ ജീവിതത്തെ മുഴുവൻ, കർത്താവെ, സ്വാതന്ത്ര്യം അങ്ങ് തന്നതാണ്. ഈ സ്വാതന്ത്ര്യം അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കുവാൻ, പൂർത്തിയാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 18:24 ദാവീദ് രാജാവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വലിയൊരു പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഈ കോട്ട ഞാൻ ചാടിക്കടക്കും. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കൃപ വിളിച്ച് യാചിച്ചാൽ എന്ത് അസ്വസ്ഥതയും നമുക്ക് ചാടിക്കടക്കാൻ പറ്റും. സങ്കീർത്തനം 84:10. കർത്താവെ, ഈ പ്രാർത്ഥന നമുക്കൊന്ന് ഉരുവിടാം. കർത്താവെ, അന്യഗ്രഹത്തിൽ 1000 ദിവസം എന്നതിനേക്കാൾ ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ 1000 ദിവസം എന്നതിനേക്കാൾ അവിടുത്തെ അങ്കണത്തിൽ വസിക്കുന്ന ഒരു ദിവസം എത്ര സുന്ദരാണ്. കർത്താവിൻ്റെ കൂടെയായിരുന്നു കൊണ്ട് സുന്ദരമായ ആനന്ദം നിറഞ്ഞ ജീവിതം നമുക്കും ആസ്വദിക്കാം. ഹൃദയത്തിൽ കർത്താവ് തന്നെ നിറയട്ടെ. സ്വാതന്ത്ര്യം കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ മക്കളായി, ഒരു മകനായി, ഒരു കുഞ്ഞുമകളായി മാറുവാൻ നമുക്കും ആഗ്രഹിക്കാം. സ്വാതന്ത്ര്യം തന്ന ദൈവം സ്വാതന്ത്ര്യം കൃത്യമായി ഉപയോഗിക്കുവാൻ, ദൈവപ്രമാണങ്ങളിൽ അടിയുറച്ചു നിൽക്കുവാൻ, എൻ്റെ പാദങ്ങൾ ഇടറിപ്പോകാതിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ആമേൻ.